മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നിലം പണിയാൻ ഉപയോഗിച്ച ടൈൽ ഏത്? ഇവിടെ ഈ ഒരു ടൈൽസ് നിലത്തിട്ടിട്ടുണ്ട്. ഇതിൽ ഏത് ടൈൽസ് ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കിയെന്നാണ് ചോദ്യം. ഒന്നാമത്തതാണോ? അല്ല. രണ്ട് ഷെയ്ഡ് അടുപ്പിച്ചിട്ടല്ല വരുന്നത്. രണ്ടാമത്തതല്ല. മൂന്നാണോ നാലാണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇവിടെ ഇതിപ്പോൾ ഈ ഒരു ടൈൽസ് എടുത്താൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ഷെയ്ഡിങ് വരുന്നുണ്ട്, ഇവിടെ വരുന്നില്ല. അത് വരുന്നത് എവിടെയാണ്? അപ്പോൾ ഏത് ടൈലായിരിക്കും? ഓപ്ഷൻ നമ്പർ 4 എന്നുള്ളതായിരിക്കും കറക്റ്റ് അല്ലേ? നോക്കിയേ, അല്ലേ? അതെ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരോഹണ ക്രമത്തിൽ വരുന്ന സംഖ്യകളുടെ ഗണം ഏത്? ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം. ഇതിൽ ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുതിലേക്ക്. ഒന്നാമത്തത് 95, 97, 90, 51, 50, 95, 97, 90. ഇതിൽ അല്ലേ? ലാസ്റ്റ് ചെറിയ നമ്പറും ഇടയ്ക്ക് വലുതും വരുന്നുണ്ട്. 51, 50, 50നേക്കാൾ വലുതല്ല 50, അപ്പോൾ അതുമല്ല. 65, 67, 69, ഇത് കൂടിക്കൂടി വരുന്നുണ്ട്. 41, 48, 43, അതും അല്ല. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 തന്നെയാണ് ശരിയായ ഉത്തരം. തുടർന്ന് വരുന്നവ ഏത്? 12, 16, 20, 24. അപ്പോൾ അടുത്തത് ഏതാ? 4 കൂടി വരുന്നാൽ 28, പിന്നെ 32. ഓപ്ഷൻ നമ്പർ 4. അടുത്തത്, 396 ഏത് നമ്പർ വീടിൻ്റെതാണ്? 396. ഇതെല്ലാം വലിയ സംഖ്യകളാണ്. ഇവിടെ 396 എന്ന് പറയുമ്പോൾ 3 അക്ക സംഖ്യ മാത്രമായിരിക്കും 300 എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ അത് നോക്കുക, അതിൽ കറക്റ്റ് തന്നെയാണോ നമ്പർ കൊടുത്തിരിക്കുന്നതെന്ന് ഒന്നും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 396 ഓപ്ഷൻ നമ്പർ 1 ആണ് ശരി. അടുത്ത ചോദ്യം, നിങ്ങളുടെ സ്കൂൾ 8 മണിക്ക് ആരംഭിക്കുന്നു. താഴെ കാണിക്കുന്നതിൽ ഏത് ഘടികാരമാണ് ഈ സമയം കാണിക്കുന്നത്? 8 മണി സമയം ഇതിലാണ് കാണുന്നത്. ഇത് 8 മണി, ഇത് 10 മണി, ഇത് 12:40, ഇത് 6 മണി. അപ്പോൾ ഏതാ ശരി? ഓപ്ഷൻ നമ്പർ 1. ഒരു ബലൂൺ കമ്പനി ബലൂണുകളിൽ 9 സംഖ്യകൾ അച്ചടിച്ചിട്ടുണ്ട്. ഒരു ബലൂണിലുള്ള സംഖ്യയിൽ 9 വരുന്നുണ്ട്. അതിൻ്റെ സ്ഥാനമൂല്യം ഏതാണ്? ഇതിൽ 9 വരുന്നത് ഈ ഒരൊറ്റന്നിലാണ്. അപ്പോൾ അതിൽ 9ൻ്റെ സ്ഥാന മൂല്യം ഏതാണ്? 10 ആണോ, 1 ആണോ, 100 ആണോ? ഇതൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ 9ൻ്റെ സ്ഥാനമൂല്യം ഏതാ? ഇത് 10ൻ്റെ സ്ഥാനത്തിലില്ലേ? അപ്പോൾ സ്ഥാനമൂല്യം 10. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായ ഉത്തരം. ചോദ്യം, 10ൻ്റെ സ്ഥാനത്ത് 6 വരുന്ന എത്ര മേഘങ്ങളുണ്ട്? 10ൻ്റെ സ്ഥാനത്ത് നോക്കുക. 10ൻ്റെ സ്ഥാനത്ത് 6 വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഇല്ല, ഇതിലില്ല, ഇതിൽ 10ൻ്റെ സ്ഥാനത്ത് 6 ഇല്ല, ഇതിലില്ല, ഇതിലില്ല. ഇതിൽ 10ൻ്റെ സ്ഥാനത്ത് 6 ഉണ്ട്, ഇതിൽ 10ൻ്റെ സ്ഥാനത്ത് 6 ഉണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. ഇത് കണ്ട 62 എന്ന് പറയുമ്പോൾ അവിടെയും 10ൻ്റെ സ്ഥാനത്താണ് 6 ഉള്ളത്, അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5. 5 ആണ് നമ്പർ 2. 5 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു തീവണ്ടി രാവിലെ 8:20 പ്ലാറ്റ്ഫോമിൽ എത്തുകയും 8:57 പോവുകയും ചെയ്തു. തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടത് എത്ര മിനിറ്റ്? 8:20 വന്നു, 8:57 പോയി. അപ്പോൾ കുറച്ച് നോക്കാം. 57 എത്ര കുറക്കണം? 20 കുറച്ചാൽ 7 0 കുറച്ചാൽ 3, 7 0 കുറച്ചാൽ 7, 5 2 കുറച്ചാൽ 3. അപ്പോൾ 37 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ നമ്പർ 1 ആണ് 37 മിനിറ്റ്, അല്ലേ? ഓക്കെ. അടുത്തത്, ഒരു പശുവിന് 4 കാലുണ്ടെങ്കിൽ 7 പശുക്കളുള്ള തൊഴുത്തിലാകെ എത്ര കാലുണ്ടാവും? ഒരു പശുവിന് 4, അപ്പോൾ 4. പിന്നെ എത്ര പശുവുണ്ട്? 7 പശുവുണ്ട്. അപ്പോൾ 4 ഗുണിക്കണം 7 = 28. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ നമ്പർ 3 28 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മോഹൻ പല്ലു തേക്കാൻ 5 മിനിറ്റും കുളിക്കാൻ 10 മിനിറ്റും പ്രാതൽ കഴിക്കാൻ 15 മിനിറ്റും മുടി ചീകാൻ വസ്ത്രധാരണത്തിനും 20 മിനിറ്റും എടുക്കുന്നു. ഇതെല്ലാം കൂടി ചെയ്യാൻ മോഹൻ എത്ര സമയം എടുക്കുന്നു? ഓരോന്നായിട്ട് കൂട്ടുക. ആദ്യത്തത് 5, പിന്നെ 10. ഇപ്പോൾ രണ്ടും കൂടി നമുക്ക് എത്രയാക്കാം? 15 ആക്കാം, അല്ലേ?
15 നമ്മളവിടെ വെച്ചു. ഇനി അടുത്തത് വസ്ത്രധാരണത്തിന് 20, പിന്നെ പ്രാതൽ കഴിക്കാൻ 15. കൂട്ടിക്കോ, 15ഉം 15ഉം 30, 30ഉം 20ഉം 50. അപ്പോൾ ഏതാ ശരി? യെസ്, 50 മിനിറ്റ് അല്ലേ? ഓപ്ഷൻ നമ്പർ 4 ശരിയായ ഉത്തരം. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.